നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നാം പ്രതിപാദിക്കാൻ പോകുന്നത് 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലങ്ങളാണ്. സമ്പൂർണ്ണ അറിവാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ജന്മസംഖ്യ 1 എന്ന സംഖ്യയ്ക്ക് പല വിധത്തിലുള്ള പ്രാധാന്യമുണ്ട്. ആദ്യ അക്കമാണ് 1. തന്മൂലം സകല സംഖ്യകളുടെയും മൂല സംയുക്തമാണ്. ആദിസംഖ്യയായ 1 ആദിത്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്നത് സൂര്യനാണ്. സകല ജീവരാശികൾക്കും ആധാരം തന്നെ സൂര്യനാണ്. അതുപോലെ സകല സംഖ്യകൾക്കും ആധാരം 1 എന്ന അക്കമാണ്. ഏതു മാസത്തിലെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 1 എന്ന ജന്മസംഖ്യ ഉള്ളവരാണ്. മേൽക്കാണിച്ച സംഖ്യകളുടെ എല്ലാം ഏകസ്ഥാന സംഖ്യ 1 എന്ന അക്കമാണ്. ജന്മസംഖ്യ 1ന്റെ അധിപൻ സൂര്യനാണ്. 1 എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നിവയാണ്. അതായത് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് അനുകൂല ഗ്രഹങ്ങൾ എന്നർത്ഥം. സമസംഖ്യകളായി 5ഉം 7ഉം പറയാവുന്നതാണ്. അതായത് ബുധനും കേതുവുമാണ് അതിന്റെ ഗ്രഹങ്ങൾ. ശത്രുസംഖ്യകളായി 4, 6, 8 എന്നീ സംഖ്യകളെ നമുക്ക് പറയാം. അത് യഥാക്രമം രാഹു, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളാണ്. ജന്മാക്ഷരങ്ങൾ A, J, S എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പേരുകളാണ്. നിറമായി പിങ്ക്, രത്നമായി റൂബി, ലോഹമായി ചെമ്പ് എന്നിവയൊക്കെ പറയുന്നുണ്ട്. 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് യോജിച്ച തൊഴിൽ അധികാര സ്ഥാനങ്ങൾ തന്നെയാണ്. സർക്കാർ ഉദ്യോഗം, ഡോക്ടർ, എഞ്ചിനീയർ എന്നിവയൊക്കെ ഇവർക്ക് പറയാവുന്ന തൊഴിലുകളാണ്. 1 ജന്മസംഖ്യയായിട്ടുള്ളവർ എവിടെ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുവാനോ പ്രഥമ പരിഗണന ലഭിക്കുവാനോ പ്രധാനിയായോ പ്രമാണിയായോ ആയിത്തീരുന്നതിനും ഒക്കെ ശ്രമിക്കുകയും ആയിത്തീരുന്നതുമാണ്. അതിന് തക്ക വ്യക്തിപ്രഭാവം ഇവരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരിക്കുന്നതുമാണ്. മികച്ച സുഖസൗകര്യങ്ങളിൽ താങ്കൾക്ക് അതിയായ പ്രതിപത്തി ഉണ്ടായിരിക്കും. അതിനുവേണ്ടി എന്ത് വ്യയവും ചെയ്യാൻ ഇവർക്ക് വൈമനസ്യവും ഉണ്ടാകില്ല. ഏത് കാര്യത്തിനും നേതൃസ്ഥാനം വഹിക്കുവാനാണ് ഇവർക്ക് താല്പര്യം. ആ നേതൃസ്ഥാനം ഇവരെ തേടി എത്തുകയും ചെയ്യും. ഇവർ ആരുടെ മുമ്പിലും തലകുനിക്കുകയില്ല, ആരുടെയും കാല് പിടിക്കാനും പോവുകയില്ല. കൂടാതെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാനും ഇവർ മടിക്കാറുമില്ല. അതുകൊണ്ട് ഇവർക്ക് വിരോധികളും വർദ്ധിച്ചേക്കാം. എന്നിരുന്നാലും ഇവരുടെ അതിര് കവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും
ആത്മസ്ഥൈര്യവും ആദർശനിഷ്ഠയും ശത്രുക്കളെ പോലും ഇവർക്ക് അനുകൂലികളാക്കും. ഇവരെ ആദരിക്കുന്നവരുമാക്കി തീർത്തേക്കാം. ഇവർ വളരെ ആലോചിച്ച് മാത്രമേ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഇറങ്ങിത്തിരിച്ച കാര്യം പരിപൂർണ വിജയത്തിലെത്തിക്കാതെ ഇവർ പിന്മാറുകയുമില്ല. ഇവർ വിശേഷ ബുദ്ധിയുള്ളവരാകിയാൽ ഗഹനങ്ങളായ ശാസ്ത്രവിദ്യകൾ വളരെ വേഗം വശമാക്കുന്നതാണ്. കലാഭിരുചിയുള്ളവരും അതിൽ അവഗാഹം നേടാൻ കഴിവുള്ളവരുമായിരിക്കും. ശരീരപ്രകൃതിയിൽ കാഴ്ചയിൽ ഗാംഭീര്യമുള്ളവരായിരിക്കും. വിരിഞ്ഞ മാറിടവും വിസ്താരമേറിയ നെറ്റിയും വിശാലമായിട്ടുള്ള കണ്ണുകളും ഇവർക്കുണ്ടാകും. ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും പരിമിതമായ അളവിലെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അജീർണവും കൂടെ കൂടെ ബാധിച്ചെന്നിരിക്കാം. ഇതെല്ലാം മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകളോടുകൂടി കഴിഞ്ഞുകൂടാൻ നോക്കിയാൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. കണ്ണിന് അസുഖം ഉണ്ടാകാവുന്നതാണ്. വർദ്ധിച്ച ഹൃദയസ്പന്ദനം, ക്രമം തെറ്റിയുള്ള രക്തസഞ്ചാരം, രക്തസമ്മർദ്ദം, കൂടെ തലവേദന വരിക തുടങ്ങിയ അസുഖങ്ങളും പിടിപെട്ടേക്കാം. ഈ ജന്മസംഖ്യയുള്ള ചിലർക്ക് ബുദ്ധിഭ്രംശവും സംഭവിക്കാറുണ്ട്. 10, 19, 28, 37, 55, 64, 73 എന്നീ വയസ്സുകളിൽ ഏതിലെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവർക്ക് സംഭവിച്ചേക്കാം. ഭക്ഷണത്തിൽ ഇലക്കറികൾ പതിവായി ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. ദിവസവും രാവിലെ 1 ടീസ്പൂൺ അളവിൽ ശുദ്ധമായ തേൻ പച്ചവെള്ളത്തിലോ ചെറു ചൂടോടുകൂടിയ പാലിലോ ചേർത്ത് കുടിക്കുന്നത് പ്രയോജനകരമാണ്. ഭക്ഷണത്തിൽ ചെറുനാരങ്ങ, ഓറഞ്ച്, ഈന്തപ്പഴം, ഇഞ്ചി, ഉണക്കമുന്തിരിങ്ങ, ചീരവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് ഉത്തമമായി പറയപ്പെടുന്നു. ദാമ്പത്യ ജീവിത കാര്യത്തെ ചിന്തിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇവർ പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർ പ്രേമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേമിക്കപ്പെടുകയാണ് പതിവ്. എന്നിരുന്നാലും വളരെ വൈകി മാത്രമേ ഇവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. അഥവാ കാലേക്കുട്ടി വിവാഹിതരായാൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യതയും സമാധാനവും സ്ഥായിയായി ഉണ്ടായിരിക്കുന്നതുമല്ല. തൊഴിലിന്റെ കാര്യം പറയുമ്പോൾ വ്യാപാരത്തിൽ ഇവർ വിജയിക്കാൻ സാധ്യതയില്ല. വ്യവസായം സ്വന്തം നിലയിൽ നടത്തിയാലും വിജയസാധ്യത കുറവാണ്. കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ സർക്കാർ ഉദ്യോഗമോ ആയിരിക്കും ഇവർക്ക് ഉചിതമായ തൊഴിൽ. ബഹുമുഖ പ്രതിഭാശാലിയാകയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കലാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഇവർ ശോഭിക്കുന്നതാണ്. ഉദ്യോഗ കാര്യങ്ങളിൽ ഇവർ ഭരണരംഗത്തെത്തിയാൽ അതിവേഗം ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരും. കീഴ് ജീവനക്കാരുടെ സ്നേഹാദരങ്ങളും മേലധികാരികളുടെ അഭിനന്ദനവും ഇവർക്ക് ലഭിക്കുന്നതാണ്. ന്യായമില്ലാത്ത എന്തെങ്കിലും പെരുമാറ്റം അധികാരിയിൽ നിന്നുണ്ടായാൽ ഉദ്യോഗം ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇവർ മടിക്കുകയില്ല. അങ്ങനെ പോയാൽ അധികം താമസിയാതെ ഉപേക്ഷിച്ച ഉദ്യോഗത്തെക്കാൾ ഉയർന്ന ഉദ്യോഗം ഇവരെ തേടി എത്തുന്നതാണ്. ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ്. ഉന്നതാധികാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനോ വ്യവസായ പ്രമുഖനോ രാഷ്ട്രീയ രംഗത്ത് നേതാവോ കലാരംഗത്ത് നായകനോ സംവിധായകനോ ആയിത്തീരാൻ ഇവർക്ക് കഴിവുണ്ട്. നാമസംഖ്യ കൂടി അനുകൂലമായാൽ ഇവർ അർഹിക്കുന്ന തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ആജ്ഞാശക്തി, അഭിജ്ഞത, സാമർഥ്യം, ഉത്തരവാദിത്വ ബോധം, ഊർജ്ജസ്വലത, കൃത്യനിഷ്ഠ എന്നീ ഗുണവിശേഷങ്ങൾ ഇവരെ ഉത്കർഷത്തിലേക്ക് നയിക്കും. എന്നാൽ വിനയവും വിധേയത്വവും അനുസരണശീലവും അശേഷവും ഇല്ലാത്തതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കുകയും പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യും. സ്വതേ മനക്കരുത്തുള്ളവരാണെങ്കിലും പരാജയം സംഭവിച്ചാൽ പെട്ടെന്ന് മനസ്സ് പാടെ തകർന്നു പോകും. അതോടെ ഉത്സാഹമെല്ലാം അസ്തമിച്ച് ഉദാസീനനും കർമ്മവിമുഖനുമായിത്തീരും. അതുകൊണ്ട് വ്യാപാരം, വ്യവസായം, കൃഷി എന്നീ രംഗങ്ങളിൽ ഇവർക്ക് വിജയസാധ്യത കുറവാണ്. ഇനി 1 ജന്മസംഖ്യയായിട്ടുള്ള ഏതാനും പ്രശസ്ത വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ചക്രവർത്തി, ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ആനി ബസന്റ്, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന വി ഗിരി, സംഖ്യാശാസ്ത്ര പണ്ഡിതനായിരുന്ന ഷീറോ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഗാർഫീൽഡ്, വിഖ്യാത സാഹിത്യകാരനായ ഗോയ്തെ, ലിയോ ടോൾസ്റ്റോയ്, ജർമ്മൻ ഭരണാധികാരിയായിരുന്ന ബിസ്മാർക്ക്, സാഹിത്യകാരനായ അലക്സാണ്ടർ ഡ്യൂമാസ്, മലയാളത്തിന്റെ ഗാനഗന്ധർവനായ ശ്രീ യേശുദാസ്, ഛത്രപതി ശിവജി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന സ്റ്റാലിൻ, ലെനിൻ,
സാഹിത്യകാരനായ തോമസ് മൂർ, സാഹിത്യകാരനായ എഡ്ഗാർ അലൻ പോ തുടങ്ങിയവർ 1 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം, സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.